ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ പ്രശസ്ത സിനിമ സീരിയൽ താരമായ താര കല്യാണിന് സംഭവിച്ച ഒരു അവസ്ഥയെക്കുറിച്ച് നോക്കാം. അതാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ. പെട്ടെന്ന് നമ്മുടെ ശബ്ദം നിലച്ചു പോകുന്ന ഒരവസ്ഥ. അതാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്നാൽ. അതായത് നമ്മുടെ തൊണ്ടയിൽ ലാരിങ്സ് എന്നൊരു വോയിസ് ബോക്സ് ഉണ്ട്. ആ വോയിസ് ബോക്സിനുള്ളിലായിട്ട് ചെറിയ 4 പോലത്തെ മസിൽ ടിഷ്യൂസ് ഉണ്ട്. അതാണ് വോക്കൽ കോഡ്. ബി ഷേപ്പിലാണ് ആ വോക്കൽ കോഡ് കാണപ്പെടുന്നത്. ഈ വോക്കൽ കോഡ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒക്കെയാണ് ശബ്ദം പുറത്തോട്ട് വരുന്നത്. ഈ വോക്കൽ കോഡിനും ലാരിങ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് അബ്ഡക്റ്റേഴ്സ് ആൻഡ് അഡക്റ്റേഴ്സ് എന്ന മസിൽസ് ആണ്. ഈ പേശികൾക്ക് സ്പാസം, അതായത് ഈ പേശികളുടെ കട്ടിയാണ്. ഈ പേശികൾ കട്ടിയാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ സംഭവിക്കുന്നത്. ഇതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു കാരണം ഉറപ്പ് പറയത്തക്ക ഒരു കാരണം ഇതുവരെയും അതിന് കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ഇതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ, ബേസൽ ഗാംഗ്ലിയ നമ്മുടെ കോർഡിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ്, ആ പാർട്ടിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഇത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ മറ്റെന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും സ്പാസ്മോഡിക് ഡിസ്ഫോണിയ സംഭവിക്കാം. ഓക്കെ, എന്താണ് ഇതിൻ്റെ ലക്ഷണം എന്നാൽ ശബ്ദം നിലച്ചു പോകും. ഓക്കെ, എല്ലാവർക്കും പൂർണ്ണമായിട്ട് നിലച്ചു പോകണമെന്നില്ല. ശബ്ദമെടുത്ത് ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ശബ്ദം പൂർണ്ണമായിട്ട് നിലച്ചു പോകുന്ന ഒരു അവസ്ഥ, അതാണ് ഈ കണ്ടീഷൻ. അതുപോലെ നോർമലി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടഞ്ഞ ശബ്ദമായി പോവുക, അല്ലെങ്കിൽ ശബ്ദത്തിനൊരു വിറയൽ സംഭവിക്കുക. അതുപോലെ വിസിൽ ഊതുന്ന പോലത്തെ ശബ്ദം, ആ ഒരു ശബ്ദത്തിൽ നമ്മുടെ വോയിസ് പുറത്തോട്ട് വരിക. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഓക്കെ, ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ അല്ലെങ്കിൽ പരിഹാര മാർഗം എന്ന് പറയുന്നത്, ഈ പേശികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഡക്റ്റേഴ്സ് പേശികൾക്ക് അല്ലെങ്കിൽ ഈ മസിൽസിന് ബോട്ടോക്സ് എന്ന ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. അതായത് നമ്മുടെ ഈ ഫേസിൻ്റെ ചുളിവുകളൊക്കെ മാറാനായിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് ബോട്ടോക്സ്. ഈ ഇഞ്ചക്ഷൻ എടുത്ത് അത് പരിഹരിക്കുന്നതാണ്. പക്ഷെ അത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. കുറച്ച് നാൾ ആശ്വാസം ഉണ്ടാവും, എഗൈൻ വീണ്ടും ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഇതിൻ്റെ ലാസ്റ്റ് പരിഹാര മാർഗം എന്ന് പറയുന്നത് സർജറി തന്നെയാണ്. ഇപ്പോൾ താര കല്യാൺ സർജറി ചെയ്തിട്ടുണ്ടോ, അതിനുശേഷം അവർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ശബ്ദം പുറത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന അവസ്ഥ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.